വഖഫ് നിയമ ഭേദഗതിയിൽ സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് കത്തോലിക്ക സഭ. ഇതിനിടയിൽ അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാകൂ എന്ന നിലപാടിൽ ഉറച്ചിരിക്കുകയാണ് സഭ. അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് എംപിമാരോട് നിർദ്ദേശിച്ച് കത്തോലിക്ക കോൺഗ്രസ് ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവീൽ. ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് ഈ നാട്ടിലെ പൗരന്മാർക്ക് ഭരണഘടനാനുസൃതമായ അവകാശങ്ങൾ ലഭിക്കുന്ന വിധത്തിൽ ഈ വഖഫ് ഭേദഗതി ബില്ലിൽ നിങ്ങൾ വോട്ട് ചെയ്യണമെന്നാണത്. മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങൾ ഇന്ന് കണ്ണീർ കടലിലാണ്. അവരുടെ വിഷയം ശാശ്വതമായി പരിഹരിക്കപ്പെടണമെങ്കിൽ മുനമ്പത്തെ ജനങ്ങൾക്ക് അവരുടെ വസ്തുവകകളിന്മേലുള്ള അവകാശം ലഭിക്കണമെങ്കിൽ അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാവും. എന്നാൽ വഖഫ് ബിൽ വിഷയത്തിൽ KCBCയുമായി നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ വിശദീകരിക്കാൻ AICC നേതൃത്വം ഒരുങ്ങുകയാണ്. KC വേണുഗോപാൽ നേരിട്ട് കണ്ട് കാര്യങ്ങൾ വിശദീകരിക്കും. വഖഫ് ബില്ലിൽ പരസ്യ പ്രതികരണം കഴിയുന്നതും ഒഴിവാക്കണമെന്ന് കേരള MPമാർക്ക് AICC നേതൃത്വം നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് സഹിൻഡ് ആന്റണിയും ഡൽഹിയിൽ നിന്ന് ശരത് ലാലും ചേരുകയാണ് നമുക്കൊപ്പം. ആദ്യം ശരത് ലാലിലേക്കാണ്. ശരത്ത്, വലിയ രീതിയിലുള്ള സമ്മർദ്ദം കോൺഗ്രസിനെ സംബന്ധിച്ച് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നുള്ള കാര്യം പരസ്യമായതാണ്. KCBC CBCI ഉൾപ്പെടെ വാർത്താക്കുറിപ്പ് പുറത്തിറക്കുകയും അനുകൂലിച്ച് വോട്ട് ചെയ്യണം എന്നുള്ള കാര്യം ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുന്നു. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. അതാണിപ്പോൾ ഈ ഫിലിപ്പ് കവീൽ ഫാദറിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രസ്താവനയിലൂടെയും വ്യക്തമാകുന്നത്. പക്ഷേ മുസ്ലിം സംഘടനകൾ അതിനെ കൃത്യമായ രീതിയിൽ കോൺഗ്രസിൻ്റെയും ഇന്ത്യ മുന്നണിയുടെയും നിലപാടിൽ ഉറച്ചു നിൽക്കണം, വഖഫ് ഭേദഗതിയെ എതിർക്കണം എന്ന സമ്മർദ്ദം അല്ലെങ്കിൽ ആവശ്യം ശക്തമാക്കുകയാണ്. വലിയൊരു പ്രതിസന്ധിയിലാണല്ലോ കോൺഗ്രസ്. എന്താണ് ഇന്നലത്തെ യോഗത്തിലെ ആകെയുള്ളൊരു ഔട്ട്കം? പിന്നില്ല, ഇന്ന് പാർലമെൻ്ററി പാർട്ടി യോഗമായിരുന്നു കോൺഗ്രസ്. പക്ഷേ 9:30 മണിക്കാണ് രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി, മല്ലികാർജ്ജുന ഖാർഗെ തുടങ്ങിയ മുഴുവൻ നേതാക്കളും പങ്കെടുത്ത കോൺഗ്രസ് MPമാരുടെ യോഗമായിരുന്നു പാർലമെൻറ്റ് അനക്സിൽ ഇന്ന് നടന്നത്. ഈ യോഗത്തിൽ വളരെ വ്യക്തതയോടെ തന്നെ മല്ലികാർജ്ജുന ഖാർഗെയും സോണിയാഗാന്ധിയും ബില്ലിനെ എതിർത്തുകൊണ്ട് വോട്ട് ചെയ്യണമെന്ന തീരുമാനം അവിടെ പ്രഖ്യാപിക്കുകയാണ് ചെയ്തത്. ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകളൊന്നുമില്ല. ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും കോൺഗ്രസിൻ്റെ നിലപാട് ബില്ലിനെ എതിർക്കുക, വഖഫ് ബില്ലിൻ്റെ ആവശ്യമേ ഇല്ല എന്നതാണ് സോണിയാഗാന്ധി യോഗത്തിൽ വ്യക്തമാക്കിയത്. ഇന്നലെ രാത്രി കോൺഗ്രസ് MPമാർക്ക് വേണ്ടി ഒരു വിരുന്ന് KC വേണുഗോപാലിൻ്റെ വസതിയിൽ നടത്തിയിരുന്നു. കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് MPമാരെയും അതിൽ പങ്കെടുത്തു, UDF MPമാരിൽ പങ്കെടുത്തു. അതിൽ വളരെ വ്യക്തതയോടെ തങ്ങളുടെ എതിർപ്പ് കോൺഗ്രസിലെ 9 MPമാർ, ആൻ്റോ ആൻ്റണി, അതേപോലെ തന്നെ ഈവൻ MK രാഘവൻ അടക്കമുള്ള കോഴിക്കോട് MP അടക്കമുള്ള MPമാർ തങ്ങളുടെ എതിർപ്പ് അല്ലെങ്കിൽ കത്തോലിക്ക സഭ തമ്മിൽ മുമ്പിൽ വളരെയധികം സമ്മർദ്ദമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു. തുടർന്നാണ് KC വേണുഗോപാൽ തന്നെ നേരിട്ടെത്തി കത്തോലിക്ക ബിഷപ്പുമാരുമായി ചർച്ച നടത്തി കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ, വഖഫ് ബില്ലിനെതിരെയുള്ള കോൺഗ്രസ് ബില്ലിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ട് തന്നെ വിശദീകരിക്കുമെന്ന് പറഞ്ഞ് ഇവരെ സമാധാനിപ്പിച്ചത്. ഏതായാലും കോൺഗ്രസിൻ്റെ ഇക്കാര്യത്തിൽ കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ചയുമില്ല എന്ന് KC വേണുഗോപാൽ തന്നെ ഇന്നലത്തെ കോൺഗ്രസ് MPമാരുടെ യോഗത്തിൽ പറഞ്ഞു. KCBCയുടെ കാര്യത്തിൽ അത് കോൺഗ്രസ് നേതൃത്വം ഇടപെട്ട് ആ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യും, അസംതൃപ്തി പരിഹരിക്കാനുള്ള നീക്കങ്ങൾ നടത്തും എന്നതാണ് വേണുഗോപാൽ നൽകിയ ആശ്വാസ വാക്കുകൾ. ഏതായാലും ഇന്ന് പാർലമെന്ററി പാർട്ടി യോഗത്തിൽ വളരെ അസന്നിഗ്ധമായി തന്നെ സോണിയാഗാന്ധിയും എനിക്കൊപ്പം സഹിൻ ആന്റണി കൂടി ഇപ്പോൾ ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. സഹിൻ, വലിയ രീതിയിലുള്ള സമ്മർദ്ദം ശക്തമാക്കുകയാണ് കത്തോലിക്ക കോൺഗ്രസ്, കത്തോലിക്ക സഭയുടെ വിവിധ സംഘടനകൾ. KCBCയും CBCIയും നേരത്തെ തന്നെ കാര്യങ്ങൾ വിശദമാക്കിയതാണ്. എന്തൊക്കെയാണ് അവർ ഇപ്പോൾ പറയുന്നത് ഈ അവസാന നിമിഷത്തിൽ? ബില്ലിലെ ഫാദർ ഫിലിപ്പ് കവീലാണ്, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ് അദ്ദേഹമാണ് ഇന്ന് പുതിയ ഒരു പ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിയിൽ സമ്മർദ്ദം കത്തോലിക്ക സഭ ശക്തമാക്കിയിരിക്കുകയാണ്. അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്ന് MPമാരോട് നിർദ്ദേശിച്ച് കത്തോലിക്ക കോൺഗ്രസ് വീണ്ടും ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നു. അന്യായമായ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്തേ മതിയാകൂ എന്നുള്ളതാണ് കത്തോലിക്ക കോൺഗ്രസിന്റെ ആവശ്യം. മറ്റൊന്ന്, ഇന്ത്യൻ ഭരണഘടനയ്ക്ക് മുകളിൽ ഒരു മതനിയമവും ഇന്ത്യയിലില്ല എന്നും അവർ പറഞ്ഞു വയ്ക്കുന്നുണ്ട്. കൂടാതെ ശരിയത്ത് നിയമം രാജ്യത്ത് മുഴുവൻ ജനതയുടെ മുകളിൽ അടിച്ചേൽപ്പിക്കരുതെന്ന ഒരു അവകാശവാദമാണ് കത്തോലിക്ക കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത്. മതനിയമങ്ങളല്ല രാജ്യത്ത് ഭരിക്കേണ്ടത് എന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. മാത്രമല്ല, ജനങ്ങളെ സ്നേഹിക്കുന്നുവെങ്കിൽ നിയമ ഭേദഗതിയെ MPമാർ അനുകൂലിച്ച് വോട്ട് ചെയ്യണമെന്നാണ് ഫാദർ ഫിലിപ്പ് കവീൽ, കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടറാണ് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും കത്തോലിക്ക സഭ
എംപിമാർക്കെതിരെയുള്ള സമ്മർദ്ദവുമായി മുന്നോട്ട് വന്നിരുന്നു. അത് തുടർച്ചയായി ആവർത്തിക്കുകയാണ് ഇപ്പോൾ കത്തോലിക്ക കോൺഗ്രസിന്റെ ഗ്ലോബൽ ഡയറക്ടർ അടക്കമുള്ള ആളുകൾ ചെയ്യുന്നത്. ബിനിൽ. ഓക്കെ, താങ്ക് യു. സഹിൻ ആന്റണിയാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.